ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, മെഡിക്കൽ കോളേജിൽ ഉപയോഗശൂന്യമായി കിടന്ന ഒരു ഭാഗം കെട്ടിടത്തിന്, ഇപ്പോൾ ഉപയോഗിക്കാത്ത കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണെന്നാണ് മനസ്സിലാക്കാൻ ആകുന്നത്. 14-ാം വാർഡ് അത് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് അവിടെ ദൃക്സാക്ഷികളുണ്ട്. കാണുമ്പോൾ ഭീകരമായ അവസ്ഥയാണ്. പക്ഷെ ഭാഗ്യത്തിന് അധിക പേർക്കൊന്നും പരിക്കില്ല. ഒരു കുട്ടിക്കും മറ്റൊരു സ്ത്രീക്കും അടക്കം 3 പേർക്ക് ചെറുതായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ്. അങ്ങോട്ട് പോയിരുന്നോ? യഥാർത്ഥത്തിന്റെ മെഡിക്കൽ കോളേജിലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും അവിടെ ഉള്ളതാണ്. ദൗർഭാഗ്യവശാൽ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് അവിടെ കെട്ടിടം പണിയുന്ന ഒരു പണിയല്ലാതെ യഥാർത്ഥത്തിൽ രോഗികൾക്ക് മരുന്ന് പോലും സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഇപ്പൊ ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ മരുന്നെല്ലാം പുറത്തോട്ട് കൊടുക്കണം, എക്യുപ്മെന്റ്സ് എല്ലാം രോഗികളും കൊണ്ട് കൊടുക്കുകയാണ്, ഓപ്പറേഷൻസ് എല്ലാം അനാവശ്യമായി വൈകുകയാണ്, അവിടെ അസ്വസ്ഥത ജനങ്ങളിൽ ഉണ്ടാവുകയാണ്. ഈ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിന്റെ സമീപത്തുനിന്ന് ഒരു പിഞ്ചു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഈ നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നത് ഇതെല്ലാം വലിയ ഗംഭീരാണ് എന്നുള്ള മട്ടിലാണ്. ഇന്ത്യയിൽ ഒന്നാമത്തത് എന്നുള്ള പറയുന്ന ധൈര്യമൊക്കെ അവർ കാണിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇരിക്കുന്നത്? അവിടെ തൊട്ടടുത്ത 2 കെട്ടിടങ്ങൾ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. പണിയും പൊളിക്കും വെണ്ണയും പണിയും ആ നിലയിലാണ് നടക്കുന്നത്. എന്തുകൊണ്ട് നിലവിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ, ഗൗരവതരമായ കാര്യങ്ങൾ പരിശോധിക്കാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. എല്ലാം അനാസ്ഥയാണ്, കിടുകാര്യസ്ഥതയാണ്. അതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്നാണ് അങ്ങ് പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പഴയ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, അത് ഉപയോഗിക്കാറില്ല എന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് അടക്കം പറഞ്ഞിട്ടുള്ളത്. അല്ല, പുതിയ കെട്ടിടങ്ങളല്ലാതെ അവിടെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം കൊടുക്കണ്ടേ? കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ കെട്ടിടം ഏത് കാലത്ത് ഓപ്പറേഷനിലായിട്ട് വരിക? അതിനുവേണ്ടി എത്ര സമയമെടുക്കും? നിലവിലുള്ള രോഗികളുടെ അവസ്ഥയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്. ആ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എന്തെടുത്തു എന്ന് അക്കമിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിരത്തണ്ടേ? നമ്മളെ മനോഹരമായ പദപ്രയോഗങ്ങൾ നടത്തിയത് കൊണ്ടായില്ല. ജനങ്ങൾക്ക് എത്ര ഇത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. ഈ മെഡിക്കൽ കോളേജിന്റെ സ്റ്റാൻഡേർഡ് വളരെ വലുതായിരുന്നു. ആ വലിയ സ്റ്റാൻഡേർഡിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് അത് ഊർന്നു വീഴുന്നത്. എന്നിട്ടും വാഗ്വിലാസം കൊണ്ട് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അവിടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സാണ്. ഞാൻ ആ ഡോക്ടറെ, പ്രത്യേകിച്ച് സൂപ്രണ്ടിനെ കുറിച്ചൊക്കെ നമുക്കെല്ലാം വളരെ മതിപ്പാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ മതിപ്പ് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരില്ലല്ലോ. അതിനാവശ്യമായ നടപടികൾ എടുക്കണ്ടേ? ഈ അടുത്ത സമയത്തും ഇവിടെ നിയമസഭയിൽ ഇവിടെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ന് പറഞ്ഞ് പഴയ ഒരു കണക്കൊക്കെ പറഞ്ഞെങ്കിൽ ആളുകളുടെ അവരുടെ മുമ്പിൽ തർക്കിക്കുകയാണ്. ഈ നിലയിൽ ചെയ്താൽ എവിടെ പോയി നിൽക്കും? ഒരു കാരണവശാലും നല്ല ഡോക്ടേഴ്സിന് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ വേണം. അവിടെ ചെല്ലുന്ന രോഗികൾക്ക് ജീവനിൽ സുരക്ഷിതത്വം ഉണ്ടാകണം. അവിടെ ഒരു വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടാകാതെ പോകുന്നതിലുള്ള ഖേദവും ദുഃഖവും പ്രയാസമുണ്ട്. ഇതൊന്നും ഡോക്ടർമാർക്കെതിരായിട്ടുള്ള കുറ്റപത്രമായി കാണുകയേ വേണ്ട. ഇപ്പൊ ഞാനിത് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഉത്തരവാദികളായിട്ടുള്ള ഭരണാധികാരി പറയും ഇത് ഡോക്ടർമാരെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നങ്ങ് ആക്കിക്കളയും. ഡോക്ടർമാർ നല്ല ഡോക്ടേഴ്സാണ്, നല്ല രൂപത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്, അവരുടെ സ്കില്ലാണ്. ഞങ്ങൾക്ക് അതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യത്തിനകത്ത് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ആരാ നടപടി എടുക്കേണ്ടത്? ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന്. സിസ്റ്റം ശരിയാക്കേണ്ടത് ആരാണ്? ബഹുജനങ്ങളാണോ? സിസ്റ്റം ശരിയാക്കേണ്ടത് വഴിയിലുള്ള ആളുകളാണോ? വഴിപോക്കരാണോ? രോഗിയാണോ? സിസ്റ്റം ശരിയാക്കേണ്ടത് ഇവർ തന്നെയല്ലേ? അവരാണ് ആ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെ മൊഴിമുടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തോട് ഒരു കാരണത്താൽ യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായ ഇതിന്റെ പരിഹാര മാർഗം എടുത്തേ മതിയാവും. ശരി, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.